നിഹാൽ, സോ ഈ പ്രോഗ്രാമിന്റെ പേര് ഗസ് ദി ആപ്പ് ഐക്കൺ ആണ്. അറിയില്ല. ഇത് റെഡിറ്റ് എന്ന് പറഞ്ഞ ആപ്പാണ്. റെഡിറ്റ് കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത് ഉറപ്പായിട്ട് അറിയായിരിക്കും, ടെലിഗ്രാം. ഇനി ട്വിറ്റർ. ഇതൊന്നും ഇപ്പോഴത്തെ പേരെന്താ അറിയോ? ഇതല്ലേ ചിഹ്നിതാണ്, പക്ഷെ ട്വിറ്റർ എന്നുള്ള പേര് അവർ മാറ്റി വേറെ പേരാക്കിപ്പോ. ആണോ? ഈ ചിഹ്നത്തിന്റെ പേര് എക്സ് എന്നാണ് ഇപ്പൊ പേര്. ഓക്കെ ഓക്കെ. എക്സ് എന്നാണ് അവരിപ്പോ വിളിക്കുന്നത്. ത്രെഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ആണോ? ഇതറിയില്ല. എവിടെയും കണ്ടിട്ടും പോലില്ല. ഇത് ഡിസ്കോഡ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഡിസ്കോഡ് ആപ്പ് ബേസിക്കലി യൂസ് ചെയ്യുന്നത് ഗെയിമേഴ്സ് അല്ലെ അങ്ങനത്തെ ഈ വ്ളോഗേഴ്സ് അങ്ങനെയുള്ള ആൾക്കാർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഉള്ള ആപ്പ് എന്താ അറിയാ? എന്താണ്? മമ്മള്. എങ്ങനെ അറിയാ? കണ്ടിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എന്തിനു എപ്പ കണ്ടിട്ടുണ്ട്? ഇതറിയോ? ചിലപ്പോ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ട്വിച്ച് എന്നാണ്. സ്ട്രീമിങ്, ഗെയിം സ്ട്രീം ചെയ്യുക, അങ്ങനത്തെ ഇത് പരിപാടികളൊക്കെ ചെയ്യുന്നതാണ്. ഇതിനുള്ളൊരു ആപ്പ്, ഒരു വെബ്സൈറ്റ് ആണ് ബേസിക്കലി. ഇത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ AI വഴി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സാധനം. എടുത്തുണ്ടോ? ഇല്ല. അതായത് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എഴുതി തരിക, ഓരോ കമാൻഡുകൾ ചെയ്തു തരിക എന്ന് തുടങ്ങിയ പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ ഒരു AI ജനറേറ്റഡ് സാധനമാണ്. ഇനി ലിങ്ക്ഡിൻ യൂസ് ചെയ്യുന്നുണ്ട്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ഉണ്ടോ? ലിങ്ക്ഡിൻ ഇല്ല. ഇതെന്താണ്? അതല്ലേ നിങ്ങൾക്ക് കൂടുതലും ജോലി സംബന്ധമായ പുതിയ ജോലി. കറക്റ്റാണ്. ലിങ്ക്ഡിൻ എന്നാണ് പറഞ്ഞത്. ലിങ്ക്ഡിൻ എന്നാണ് ബേസിക്കലി ജോലി സെർച്ച് ചെയ്യുക, ജോബ് സെർച്ചിങ്, അതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതെന്താണെങ്കിലും എല്ലാവർക്കും അറിയാം. ഞാൻ എന്താണല്ലോ അറിയാം, സ്പോട്ടിഫൈ യൂസ് ചെയ്യുന്നുണ്ടോ? സ്പോട്ടിഫൈ സ്ഥിരം എപ്പോഴും പാട്ട് സ്പോട്ടിഫൈ. ഓക്കെ, അപ്പം താങ്ക് യു നിഹാൽ, താങ്ക് യു സോ മച്ച്. നിഹാൽ എത്ര പറഞ്ഞെന്നറിയോ? ഏകദേശം 5 6. ഓക്കെ, അപ്പോൾ താങ്ക് യു നിഹാൽ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.